സ്റ്റാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡേ വിത്ത് സ്റ്റാറിൻ്റെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, കുറച്ച് ഒരാളെ മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഈഗറിലാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഒരു താരത്തിൻ്റെ കൂടെയാണ് ഇന്നത്തെ ദ ഹോൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ പലർക്കും മനസ്സിലാവില്ല. എന്തായാലും ഞാൻ പേര് പറയുന്നില്ല, ലെറ്റ് ഇറ്റ് ബി എ സസ്പെൻസ് ഫോർ യു. നമുക്ക് എന്തായാലും അദ്ദേഹം ഇവിടെ അബാദിൽ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ MG റോഡിലുള്ള അബാദിലാണ്. സമയം 10:30 മണിയായി. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാം. ആൻഡ് മീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഇന്നത്തെ സ്കെഡ്യൂൾ എന്താണെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വിൽ മൂവ് ഓൺ. സ്റ്റേ ട്യൂൺഡ്. അപ്പം ഓൾ ഓഫ് യു എക്സൈറ്റഡ്? അപ്പം ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന താരം ആരാണെന്നല്ലേ? നമ്മുടെ മലയാളികളുടെ സ്വന്തം, കട്ടപ്പനയിലെ മാത്രമല്ല നമ്മുടെ മലയാളികളുടെ സ്വന്തം ഹൃതിക് റോഷനായി മാറിയിരിക്കുന്ന നമ്മുടെ സഹോ. അപ്പം എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ വിഷ്ണു ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമ്മൾ വിഷ്ണു ചേട്ടൻ്റെ അല്ല സഹോയുടെ കൂടെ കൂടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ വെൽക്കം ടു ഡേ വിത്ത് സ്റ്റാർ. താങ്ക് യു. ഇവിടെ വരണ്ടി ഒന്ന് ഹൃതിക് റോഷനെ നേരിട്ട് കാണാൻ വേണ്ടി. പിന്നെ എന്തൊക്കെയുണ്ട് സഹോ വിശേഷങ്ങൾ? നല്ല വിശേഷം, ഗംഭീരമായിട്ട് പോണ്. എനിക്ക് എന്നതല്ല, വിഷ്ണു എന്നുള്ള പേര് വായില് വരുന്നില്ലേ, സഹോ എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതായിക്കോട്ടെ, ഇപ്പൊ എല്ലാവരും സഹോ അല്ലെ, ചില കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുകഴിയുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലായത്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? ഭയങ്കര ഇപ്പോഴും തിയേറ്റർ ഫുള്ളാ. എനിക്ക് തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ആരവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് ഇടയ്ക്ക് നമ്മൾ ആളുകൾ തിരിച്ചറിയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ മറ്റേ പയ്യനായിരുന്നു. അല്ല, നേരത്തെ ഇങ്ങനെ ആളുകൾ നോക്കിയിട്ട് ഇത് മറ്റേ ആ പയ്യനല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് വന്നിട്ട് ചോദിക്കുന്നത്. ഇതിപ്പോ പെട്ടെന്ന് തന്നെ മനസ്സിലാവാറുണ്ട്. നല്ല രസമുണ്ട്. സംസാരിച്ചിരുന്ന നേരം കൂടെ നമ്മളൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. നമുക്ക് ഒരു കോഫി ബ്രേക്ക് ഒക്കെ ആവാം എന്ന് വിചാരിച്ചു. ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി തരും. ഇത് എൻ്റെ അമ്മാവൻ്റെ മോനാണ് ജിത്തു. ഇത് നമ്മുടെ സുഹൃത്താണ് തൻവീൻ. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് തിരക്കിട്ട് നടക്കണം? നമ്മളിപ്പോൾ ഒരു ട്രെൻഡ്, ഇപ്പോൾ രഞ്ജി പണിക്കർ സാർ ആയാലും ഒക്കെ എഴുത്തുനിന്ന് എന്താ പറയുക നായക വേഷത്തിലേക്ക് എത്തി. അപ്പം എങ്ങനെ ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യണേ? അല്ല, നമ്മൾ ആദ്യമേ അഭിനയിക്കാൻ പറഞ്ഞിട്ട് ആഗ്രഹിച്ച് കിടക്കുന്നവരായതുകൊണ്ട് അതാണ് ആദ്യമേ മനസ്സിലുള്ളത്. നേരത്തെ അഭിനയിക്കാൻ ആദ്യം ചെയ്തത്. പിന്നീട് നമുക്ക് മെയിൻ വേഷത്തിലേക്കൊക്കെ വേറെ ആരും വിളിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ എഴുതാമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയതായിരുന്നു അമറക്ബർ എന്ന് തോന്നി. അത് പിന്നെ ദൈവാനുഗ്രഹിച്ച് എന്താ പറയാ, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അപ്പൊ ഇപ്പൊ ഹൃതിക് റോഷനും അതിനെക്കാട്ടിലും ഹിറ്റായിട്ട് ഓടിക്കും. നിങ്ങൾക്കൊക്കെ അറിയോ, സാക്ഷാൽ ഹൃതിക് റോഷൻ സിനിമ കണ്ട് ഈ ഹൃതിക് റോഷനെ അഭിനന്ദിച്ചിരിക്കുന്നു. നേരിട്ട് വിളിച്ചോ? നേരിട്ട് വിളിച്ചിട്ടില്ല. അല്ല, ആള് എനിക്ക് ബോംബെയിൽ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്താണ് പടം ഹൗസ്ഫുള്ളാണ്, ടിക്കറ്റ് കിട്ടിയില്ല അതൊക്കെ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ അവിടെ ഈ ഹിന്ദിക്കാരൊക്കെ മൾട്ടിപ്ലക്സിൽ വരുമ്പോൾ അവിടെ ഇതിൻ്റെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമല്ലോ, കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ, മലയാളം പടം ഹൃതിക് റോഷൻ എന്നും ടൈറ്റിലും വെച്ചിട്ട് അവിടെ പലരും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ആരോ പറഞ്ഞ് പുള്ളിയുടെ ചെവിയിൽ എത്തിയതാണ്. അപ്പോൾ പുള്ളി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ, സന്തോഷം, എൻ്റെ പേരിലൊരു പടം അവിടെ ഹിറ്റായിട്ട് ഓടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ ആ പടം കാണണമെന്ന് പറഞ്ഞ് പുള്ളി ട്വീറ്റ് ചെയ്തു. പുള്ളി ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടി അടുത്ത മാസം കൊച്ചിയിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണും. അപ്പം ഞങ്ങളെ വിളിക്കുക. ഓ പോരെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റാറിന്റെ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ രാവിലെ 1-2 പേര് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് രാവിലെ കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ ഒരു കഥ കേൾക്കൽ പരിപാടി
തണ്ണി കുറേ തവണയായി വിളിക്കണം ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കേക്ക്. ഞാൻ പറഞ്ഞു ഇപ്പോൾ നിലവിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, സ്ക്രിപ്റ്റിങ്ങിലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കേട്ട് വെച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അന്നാ വരാൻ പറഞ്ഞിട്ട് അവൻ വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ചാനൽ പ്രൊമോഷൻ്റെ ഒരു ഷൂട്ടുണ്ട്, അത് കഴിഞ്ഞ് ഒരു ഇന്നോഗ്രേഷൻ ഉണ്ട്, പിന്നെ ഒരു തിയേറ്റർ വിസിറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തം ഇങ്ങനെ പറഞ്ഞു നടക്കണം അല്ല ഇപ്പം ഇതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ ക്യാമറ ആയിട്ട് പറയാൻ അങ്ങനെ വന്നോളാന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഓക്കെ പോരെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ലായിരുന്നു. സമയം 11 മണിയായി. നമുക്ക് ചേട്ടനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഫ്രീ ആക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ചേട്ടനൊരു സ്ക്രിപ്റ്റ് കേൾക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചെത്താം അല്ലേ? അപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടനെ വീണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത യാത്ര എങ്ങോട്ടാ? സിനിപോളിസ് തിയേറ്ററിൽ അവിടുത്തെ മാനേജറെ വിളിച്ചിട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കളർഫുൾ ആഘോഷത്തിന് വേണ്ടി നമ്മൾ നേരെ സിനിപോളിസിലേക്ക് വിടാണ്. അവിടെ ഷോ കഴിയേണ്ട സമയമായില്ലേ? 12:45 ഷോ ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് എന്താ പറയുക, താരത്തിനെ കണ്ടുകൊണ്ട് തന്നെ സഹോനെ കാണാൻ എല്ലാവരും കയറട്ടെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് മൂവ്. സിനിപോളിസിലെത്തി. അപ്പോൾ ഇപ്പം നെക്സ്റ്റ് ഷോയ്ക്ക് 12:40 ഷോയിന് എല്ലാവരും കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഇടിച്ച് അങ്ങ് കയറിയിരിക്കുന്നത് വിത്ത് അവർ ഋത്തിക് റോഷൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ സിനിപോളിസിലെത്തി. അപ്പോൾ മാനേജറുടെ കൂടെ എന്തോ ഒരു അത്യാവശ്യം മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം പുറത്ത് ഈ ഒരു തിരക്കൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ ഫുള്ളും കട്ടപ്പനയിലെ ഋത്തിക് റോഷന് വേണ്ടിയുള്ള ഇന്നിപ്പോൾ ഒരു വീക്കെൻഡും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഫുൾ തിരക്കും നമുക്ക് കാണാം. ഇപ്പോൾ രാത്രിക്കൊക്കെയുള്ള ടിക്കറ്റ്സ് ഇപ്പോഴേ വിറ്റഴിഞ്ഞു. ഫുൾ ഹൗസ്ഫുള്ളായി. അപ്പോൾ നമ്മൾ ഈ മോളിലേക്ക് കയറിയപ്പോൾ ഫുൾ നമ്മൾ കണ്ടു. പക്ഷെ നമുക്ക് അവിടെ എടുക്കാനുള്ള പെർമിഷൻ കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ എന്താ പറയുക, ഋത്തിക് റോഷനെ നമ്മൾ മലയാളികൾ ഏറ്റെടുത്തതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിച്ചു. അപ്പോൾ നമ്മുടെ ഋത്തിക് റോഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ സാഹു എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ സിനിപോളിസിൽ എത്തിയേണ്ട ഒരു സന്തോഷം, മാനേജറെ കണ്ട ഒരു സന്തോഷം നമ്മളൊരു കപ്പ് പോപ്കോൺ ആയിട്ട് ഷെയർ ചെയ്യാണ്. സാറിൻ്റെ പേര്? അജി. സാറാണ് ഇവിടുത്തെ സിനിപോളിസിൻ്റെ മാനേജർ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഋത്തിക് റോഷൻ്റെ അഭിപ്രായം? ഋത്തിക് റോഷൻ നല്ല റെസ്പോൺസാണ്. മീൻ ഫസ്റ്റ് ഇച്ചിരി ആൾ കുറവായിരുന്നെങ്കിലും ഫസ്റ്റ് ഡേ കഴിഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. മൗത്ത് പബ്ലിസിറ്റി നല്ലോണം കിട്ടിയൊരു ഫിലിം അല്ലേ? ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാവരും റിവ്യൂ നോക്കിയിട്ടാണ് പടത്തിന് വരാറുള്ളൂ. ആരും ചുമ്മാ പടത്തിന് വരാറുള്ളൂ. സോ നല്ല റിവ്യൂസാണ്. അത് കഴിഞ്ഞിറങ്ങിയ പല പടങ്ങളെ അപേക്ഷിച്ചും ഋത്തിക് റോഷൻ തന്നെ ബെസ്റ്റ്. നമ്മുടെ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ റവന്യൂ ഉണ്ടാക്കിയത് തന്നെയാണ് ഈ ഒരു ലാസ്റ്റ് 2 വീക്സ് ആയിട്ട്. സോ ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും ബിഗർ ഓഡിയോ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സെക്കൻഡ് ഓഡിയൻസ്. ദിസ് ഈസ് അവർ ബിഗസ്റ്റ് ഓഡിയൻസ്. ഇപ്പോൾ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഷോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 12:40 അവർ ഇറങ്ങും. അപ്പോൾ ആ ഒരു ക്രൗഡ് എന്തായാലും നമ്മളെ വളയും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. എന്തും നേരിടാൻ ധീരതയോടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നീ തന്നെയാണവേ, നീ പൊരിക്കടാ. ചെമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തെ ആസപ്പെട്ടൊരു ജോക്കമെത്തിയടേ. സാറിന് അടുത്ത പടത്തിൽ വേഷം തന്നെങ്കിൽ പോയിരിക്കും ഞാൻ. അവൻ ഫോട്ടോ ജനിക്കാണ്. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ അഭിനയിക്കാറുണ്ടാ. വല്ല റബ്ബർ വെട്ടാൻ പോണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറ നീ. ഇനി അവൻ ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. പോളിച്ച് കിടുക്കി തമർത്തു. എന്തായാലും പ്രതിഭേട്ടൻ പറഞ്ഞ അത്രയും പഞ്ചിൽ വരില്ലെങ്കിലും
അതൊരു പ്രേക്ഷകൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നൊരു ഇതാണ്. നമ്മളെന്തായാലും ഇത്രയും പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് ഒക്കെ കണ്ടു. ശരിക്കും ഇവിടെ വന്ന് നമ്മൾ ഇവിടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ വിഷ്ണു ചേട്ടൻ്റെ ഞാൻ ഇതുവരെ ഒരാളുടെയും കൂടെ ഫിലിമിന് പോയിട്ടും കാണാത്തൊരു ഫീൽ എനിക്ക് വന്നു. വിഷ്ണു ചേട്ടൻ ഇങ്ങനെ ഈഗർലി ഇങ്ങനെ നോക്കുകയാണ് പ്രേക്ഷകരുടെ ആ റെസ്പോൺസിന് വേണ്ടിയിട്ട്. ശരിക്കും ആ എക്സ്പ്രഷൻ കാണണമായിരുന്നു. തകർത്തു എന്തായിരുന്നു. നമ്മൾ ഇനിയും ഒരുപാട് ഇതിനും നല്ല ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഋത്തിക് റോഷനും അമിതാഭ് ബച്ചനും എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ ഇനിയിപ്പോൾ അടുത്തത് വരും. അപ്പോൾ വിഷ്ണു ചേട്ടാ പറയൂ, സ്വന്തം പടം ഓടുന്ന ഒരു തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഫീൽ. നല്ല സോട്ട്. അത് നമ്മൾ സ്ഥിരം സിനിമ കാണാൻ വന്നുകൊണ്ടിരുന്നാണല്ലോ എല്ലാ ആഴ്ചയിലും. പുതിയ റിലീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഫസ്റ്റ് ഷോ പരമാവധി എല്ലാം ആദ്യത്തെ ഷോക്ക് തന്നെ മിക്കതും വന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. ആരാണ് മലയാളത്തിലെ ഫേവറേറ്റ് ഹീറോ? ഞങ്ങളുടെ എല്ലാം ഹീറോ ഇപ്പോൾ വിഷ്ണു ചേട്ടനാണ്. അപ്പോൾ വിഷ്ണു ചേട്ടൻ്റെ ഹീറോ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ല, എനിക്കാണെങ്കിലും ബിബിനാണെങ്കിലും ഞങ്ങളൊരു പ്രത്യേക നടൻ്റെ ആരാധകർ എന്നുള്ള ആ ഒരു സംഭവമല്ല. ഞങ്ങൾക്ക് എല്ലാ സിനിമകളും ആദ്യമേ തന്നെ ആ ദിവസം തന്നെ പോയി കാണുകയും അതൊരു നേർച്ച മാതിരിയാണല്ലേ, കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടവും. അല്ല, നമ്മൾ ഇത് തന്നെ ജീവിതം എന്നും പറഞ്ഞ് നടക്കണമുണ്ട്. സ്വാഭാവികമായിട്ട് ആ സിനിമകൾ കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എല്ലാവരും ഇങ്ങനെ നമ്മളെ തന്നെ നോക്കി നിൽക്കാൻ എല്ലാവരും നമ്മളെ പടം കാണാൻ വരാൻ തോന്നുന്നു. ടിക്കറ്റ് എടുത്ത് നെക്സ്റ്റ് ഷോന് വേണ്ടി 240 ആണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടില്ലേ ഒരു എന്താ പറയുക, സ്വന്തം തിരക്കഥ സ്വന്തം അഭിനയം, ആ ഒരു ഫീൽ ഒന്ന് ഞങ്ങൾക്ക് മുമ്പിലൊന്ന് എക്സ്പ്രസ് ചെയ്യോ? ശരിക്കും ഞാനും തുള്ളാം. നമ്മുടെ മറ്റേ ഫിലിമിലൊരു ഡാൻസ് ഇല്ലേ, ആ ഡാൻസ് നായകനായിട്ട് കിട്ടിയെന്ന് പറയും. അല്ല, അതേ അവസ്ഥയാണ് നമ്മുടെ ശരിക്കുള്ള ജീവിതത്തിൽ ഇപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂഡാണ് ശരിക്കും. വിഷ്ണു ചേട്ടൻ്റെ ഫേസ് ശരിക്കും നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം എന്നൊക്കെ ഉണ്ട്. അന്ന് ആഘോഷങ്ങളൊക്കെ പിടിച്ചു നോക്കി ഹലോ നമസ്കാരം ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ചുരുങ്ങി പോകുന്നൊരു. അല്ല, അത് പൊതുജനങ്ങളുടെ ഇടയിലായതുകൊണ്ടാണ് ഇങ്ങനെ. അത് എനിക്കിട്ടൊന്നും താങ്ങിയതല്ലേ എന്നൊരു ഡൗട്ട്. ഇതിന്റെ തിരക്കഥ വേറൊരു ബിബിൻ ചേട്ടനും കൂടി ഉണ്ട് അല്ലേ? ബിബിൻ ചേട്ടൻ്റെ കൂടെയുള്ള ഞങ്ങൾ ചെറുപ്പം തുടങ്ങി അറിയാനാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് പരിചയമുണ്ട്. മിമിക്രികളിൽ ഒരുമിച്ച് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ? ഞാൻ പിടികൂടിക്കോളാം. എന്നാലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അറിയാം ബിബിൻ ചേട്ടൻ്റെ കൂടെ. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് ഷോകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവനും ഞാനും അഭിനയ മോഹികളായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റാണ് അമറക്ബർ. അതിന് ആവശ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് വേറൊരു വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം വളർന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് പോലുള്ള വലിയ താരങ്ങളൊക്കെ വന്ന് ആ സിനിമ ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് പോയി. 100 ദിവസമൊക്കെ ഓടി. പിന്നെ ഞങ്ങൾ എഴുതുമ്പോൾ നമ്മളെ ചിന്തിച്ചിട്ടില്ല. കാരണം ആ ഒരു ഗ്രേഡിൽ നിന്ന് താഴത്തേക്ക് പോകേണ്ടത്. നമ്മൾ നല്ല വലിയ സ്റ്റാറുകൾ വെച്ചിട്ട് പടം ചെയ്താൽ മതി എന്നുള്ളൊരു ലൈനിലാണ് ഈ സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ആദർശൊക്കെ പറഞ്ഞ് ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ആൾ നീയാണ്, നീ തന്നെ ചെയ്താൽ മതി ഇത്. ഞാനപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും നമുക്ക് കുറേ ഡൗട്ടും ഉണ്ടാവുമല്ലോ, ഇതെങ്ങനെ വർക്കൗട്ട് ആവുമോ. അന്ന് എൻ്റെ മെയിൻ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പടമൊക്കെ വെച്ചിട്ട് പോസ്റ്റർ ഇറക്കണം എങ്ങനെയാണ്, അത് കണ്ട ആളുകൾ കയറുമെന്നൊക്കെയുള്ള പേടികൾ നമ്മൾ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ബിബിൻ സപ്പോർട്ട് ചെയ്തു. ബിബിനും നാശിക്കാൻ അത് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. പിന്നെ ഞാൻ തടുക്കാനൊന്നും പോയില്ല, അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയല്ലേ. ഇപ്പോൾ അറ്റ് ദ സെയിം ടൈം റൈറ്റിങ്ങും ഇല്ലേ, എഴുത്തും കൂടെ കൊണ്ടുവരട്ടെ. പിന്നെ അടുത്ത പ്രൊജക്റ്റിലേക്കുള്ള ദൂരം എത്രയുണ്ട്? തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ എഴുതണം. ഞാനും ബിബിനും കൂടി. അവനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് റാഫി സാറിൻ്റെ. അവൻ റോൾ മോഡൽസ് എന്ന് പറഞ്ഞ പടത്തിൽ ഫഹദിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ നായകനായപ്പോൾ അവിടെ ഒരാൾ വില്ലനായി. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഴുതണം. അതാണ് ഇപ്പോൾ അടുത്ത പ്ലാൻ.
ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടല്ലോ. എങ്ങനെയാണ് റെസ്പോൺസ് പ്രേക്ഷകരുടെ മുഖത്ത് നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി വിഷ്ണു ചേട്ടൻ നേരെ ഇറങ്ങി ചെന്നു. എല്ലാവരും ഇവിടെ വന്നപ്പം മൊത്തം സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. കാരണം ആ സ്ക്രീനിൽ കണ്ടാണെങ്കിൽ ഇവിടെ എന്നൊരു എക്സ്പ്രഷനാണ് എല്ലാവരുടെയും. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇന്ന് ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് എത്തി. വിഷ്ണു ചേട്ടൻ എത്തി. എല്ലാവരെയും നേരിൽ കാണാൻ വേണ്ടി തിയേറ്ററിൻ്റെ മുമ്പിൽ തന്നെ വിഷ്ണു ചേട്ടൻ എത്തിയിരിക്കുകയാണ്. ആ ഒരു സ്നേഹം ഏറ്റുവാങ്ങുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സസ്പെൻസ് ഇവിടെ ബ്രേക്ക് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാറിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. അപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഇത് ചേട്ടന് തന്നെ സെലക്ട് ചെയ്യാം. നമ്മൾ വിഷ്ണു ചേട്ടനെ ട്രയൽ റൂമിലേക്ക് വിട്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ഞാനിവിടെ പല കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണു ചേട്ടൻ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പം എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് എന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം അല്ലേ? വിഷ്ണു ചേട്ടൻ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് വയ്യ. കണ്ടോ, എൻ്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റില്ല അല്ലേ? കേട്ടില്ലല്ലേ? ഭാഗ്യം. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. അടിപൊളി. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൗമുദി പ്രേക്ഷകരുടെയും കൗമുദി ക്രൂവിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും വക നമ്മുടെ ഋത്തിക് റോഷന്, നമ്മുടെ സഹുവിനുള്ള ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ? നമ്മുടെ അടുത്ത നമ്മൾ ആ ചാനൽ പ്രൊമോഷനാണ്. അങ്ങനെ നമ്മുടെ മറ്റൊരു ആക്ടിവിറ്റിയും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ചാനൽ പ്രൊമോഷന് വേണ്ടി പോവുകയാണ്. അപ്പം സാഹുവിനെയും കൊണ്ട് ആ ഒരു യാത്രയിൽ നമ്മൾ കുറച്ച് നേരം കൂടിയും കഴിഞ്ഞാൽ യാത്ര തുടങ്ങും. അതിനിടയ്ക്ക് ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, സമയം 1 മണിയൊക്കെ ഏകദേശമായി. ആർക്കും വിശക്കുന്നൊന്നുമില്ലേ? എന്തായാലും എനിക്കും വിശക്കുന്നുണ്ട്, മിക്കവാറും നമ്മുടെ സാഹുവിനും വിശക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വഴിയിലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച്, അയ്യോ ഞാൻ സാഹുവിനെ കൂട്ടാണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റോപ്പ്. അപ്പം നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച് നമ്മുടെ ചാനൽ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് അല്ലേ നമുക്ക് അടിച്ചു പൊളിക്കാം.